വാട്സ്ആപ്പ് ഗായ്സ്, നമുക്കൊന്ന് വയനാട് പോയിട്ട് വന്നാലോ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ യാത്ര വയനാട്ടിലേക്കാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടൊരു 6 hours ജേണി ഉണ്ട്. 7:30 അങ്കമാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നൈറ്റ് 1:30 വയനാട് എത്തുള്ളൂ കേട്ടോ. തൃശ്ശൂർ അക്ഷയെന്ന് ഫുഡ് കഴിച്ച് ഞാൻ എൻ്റെ ജേണി കണ്ടിന്യൂ ചെയ്തു. എക്സ്പ്രസ് ഹൈവേ വഴിയാട്ടോ വയനാട് പോയത്. നല്ല രസമുള്ള ഡ്രൈവായിരുന്നു. അങ്ങനെ ചുരമൊക്കെ കയറി വയനാട് എത്തി. ഇവിടുന്ന് 1 hour മേലെ ട്രാവൽ ചെയ്താലേ എൻ്റെ ലൊക്കേഷനിൽ എത്തുള്ളൂ. മാനന്തവാടിയാണ് എൻ്റെ ലൊക്കേഷൻ. പോകുന്ന വഴിയാണെങ്കിൽ എംറ്റി റോഡ്സ് ആയിരുന്നു കേട്ടോ. വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പേടിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് പോയത്. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യുന്ന എൻ്റെ ഹോട്ടലിലെത്തി. ബട്ട് ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും സമയം ഏകദേശം 2:12 ആയിട്ടോ. നല്ല ടയേർഡായിരുന്നതുകൊണ്ട് ലഗേജസ് ഒക്കെ എടുത്ത് വേഗം റൂമിൽ വന്ന് കിടന്നുറങ്ങി. മോർണിംഗ് എഴുന്നേറ്റപ്പോഴാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൂമാണ് എനിക്ക് കിട്ടിയതെന്ന് മനസ്സിലായത്. കാരണം അവിടുത്തെ ക്ലൈമറ്റ് ആൻഡ് വ്യൂ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ വൈബ് അടിച്ച് നിന്നു. പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിനുള്ള കോസ്റ്റ്യൂമൊക്കെ സെറ്റാക്കി കേട്ടോ. കൊയറാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഇനി എൻ്റെ യാത്ര റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി നേരെ വെന്യൂ. നല്ല രസമുള്ള ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വെന്യൂവിലെത്തി. ആസ് യൂഷ്വൽ ഗിയേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ സൗണ്ട്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ പെർഫോം ചെയ്യുന്നത് ജസ്വിൻ ബ്രോ ഓൺ കീസ് ആൻഡ് മെയിൽ വോക്കൽസ്, ഫീമെയിൽ വോക്കൽസ് ബ്യൂല അബ്രഹാം. അങ്ങനെ അധികം ലേറ്റ് ആവേണ്ടതിന് നമ്മുടെ ഇന്നത്തെ പരിപാടിയും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞാനിവിടുത്തെ ക്ലൈമറ്റ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല എനിക്ക് കുറച്ച് ലൊക്കേഷനിൽ പോകാനുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ലക്കിടി വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ അറിയാം നമ്മൾ എത്ര ഹൈറ്റിലാണ് വന്നിരിക്കുന്നതെന്ന്. പോകുന്ന വഴി ഒരു റയർ നിസാൻ ജോങ്ക കണ്ടു കേട്ടോ. അങ്ങനെ വയനാടിനോട് ബൈ പറഞ്ഞ് താമരശ്ശേരി ചുരം നമ്മൾ ഇറങ്ങാൻ പോവാം കേട്ടോ. ഞാൻ പറഞ്ഞ വ്യൂ പോയിൻ്റ് ഇതാണ് കേട്ടോ, ലക്കിടി വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള കുറേ ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം എത്ര ചെറുതായിട്ടാണ് അത് കാണുന്നതെന്ന്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ചില സമയത്ത് ഇവിടെ കോടയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിക്കുന്നു. ഇനി സ്ട്രെയിറ്റ് ബാക്ക് ടു അങ്കമാലി. അപ്പം മറ്റൊരു വീഡിയോയിൽ പിന്നെയും കാണാം. അതുവരെ ബൈ.